കരിയറിൽ വ്യത്യസ്ത വേഷങ്ങളുമായി ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് മമ്മൂട്ടി. ഈ വർഷം തന്നെ എബ്രഹാം ഓസ്ലറിലെ അപ്രതീക്ഷിത വേഷം എല്ലാവരെയും അമ്പരപ്പിച്ചിരുന്നു. ഈ വർഷം ഇതുവരെ ഏറ്റവും കളക്ഷൻ നേടിയ ചിത്രവും ഓസ്ലർ തന്നെയാണ്. ഇനി മമ്മൂട്ടി എല്ലാവരെയും ഭയപ്പെടുത്താനുള്ള ഒരുക്കത്തിലാണ്. അടുത്തതായി റിലീസിനൊരുങ്ങുന്നത് ഭ്രമയുഗം എന്ന ഹൊറർ ത്രില്ലറാണ്. പൂർണ്ണമായും ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് ഈ ചിത്രം റിലീസ് ചെയ്യുന്നത്. മലയാളത്തിൽ എന്നല്ല, ഏതൊരു ഭാഷയിലും പൂർണ്ണമായും ഒരു ചിത്രം ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ പുറത്തിറങ്ങുന്നത് എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ്. ഭ്രമയുഗത്തെക്കുറിച്ചുള്ള അപ്ഡേറ്റുകളെല്ലാം ഇതിനോടകം വൈറലാണ്. മമ്മൂട്ടി ചിത്രത്തിൽ വില്ലൻ വേഷം ചെയ്യുന്നു എന്നതാണ് ഭ്രമയുഗത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. പുഴുവിന് ശേഷം അത്തരമൊരു വേഷം മമ്മൂട്ടി ചെയ്യുന്നതും ആദ്യമായിട്ടായിരിക്കും. പക്ഷേ ദുർമന്ത്രവാദത്തിന്റെയും പ്രേതങ്ങളുടെയും കഥയാണ് ചിത്രം പറയുന്നത്. മമ്മൂട്ടി ഹോമം ചെയ്യുന്നതിന്റെ ചിത്രങ്ങളും എന്റെ മനയിലേക്ക് സ്വാഗതം എന്ന ടീസറിൽ പറയുന്ന ഡയലോഗുമെല്ലാം ഇതിനോടകം പ്രേക്ഷകർ ഏറ്റെടുത്തിരിക്കുകയാണ്. ഫെബ്രുവരി 15-നാണ് ചിത്രം റിലീസ് ചെയ്യുന്നത്. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. ഫെബ്രുവരി റിലീസുകളിൽ ഏറ്റവും ഹൈപ്പേറിയ ചിത്രമായിരിക്കും ഭ്രമയുഗം. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ തന്നെയാണ് ചിത്രം പുറത്തിറങ്ങുന്നത് എന്ന് മമ്മൂട്ടി തന്നെ മറുപടി നൽകിയിട്ടുണ്ട്. അതേസമയം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും ആരാധക ഗ്രൂപ്പുകളിലുമെല്ലാം ചർച്ചയാവുന്നത് ഭ്രമയുഗത്തിന്റെ ബജറ്റിനെ കുറിച്ചാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണെങ്കിലും വലിയ ബജറ്റിലാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നതെന്നാണ് റിപ്പോർട്ട്. IMDb-യാണ് ഭ്രമയുഗത്തിന്റെ ബജറ്റ് പുറത്തുവിട്ടിരിക്കുന്നത്. 25 കോടിയാണ് ചിത്രത്തിന്റെ ബജറ്റ്. ഇതൊരു സാധാരണ സിനിമയ്ക്കും മുകളിൽ വരുന്ന ബജറ്റാണിത്. അതേസമയം നിർമ്മാതാക്കളോ മറ്റ് അണിയറ പ്രവർത്തകരോ ബജറ്റിന്റെ കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. നിലവിൽ മോഹൻലാലിന്റെ മലൈക്കോട്ടെ വാലിബൻ അടക്കം തിയേറ്ററിൽ ഉള്ളതിനാൽ ഭ്രമയുഗത്തിന് ആവശ്യമായ സ്ക്രീനുകൾ ലഭിക്കുമോ എന്ന ആശങ്കയാണ് ആരാധകർക്കുള്ളത്. 10 യൂറോപ്യൻ രാജ്യങ്ങളിൽ അടക്കം ഭ്രമയുഗം റിലീസ് ചെയ്യുന്നുണ്ട്. കേരളത്തിൽ 300-ലധികം തിയേറ്ററിൽ ചിത്രം റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ട്. രാഹുൽ സദാശിവനാണ് ചിത്രം തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്നത്. ഭൂതകാലം എന്ന ചിത്രത്തിന് ശേഷം രാഹുൽ ചെയ്യുന്ന ചിത്രം കൂടിയാണിത്. സിദ്ധാർത്ഥ് ഭരതൻ, അർജുൻ അശോകൻ, അമാൽഡ ലിസ് എന്നിവരാണ് ചിത്രത്തിലെ മറ്റ് പ്രധാന അഭിനേതാക്കൾ. മലയാള സിനിമ ജനുവരി മാസം സമ്മാനിച്ചത് ഒരേയൊരു ഹിറ്റ് ചിത്രമാണ്. എബ്രഹാം ഓസ്ലർ വലിയ വിജയമായിരുന്നു. എന്നാൽ മലൈക്കോട്ടെ വാലിബൻ അടക്കം തിയേറ്ററിൽ തിരിച്ചടി നേരിട്ടിരുന്നു. ഫെബ്രുവരി മാസത്തെ ചിത്രങ്ങളെല്ലാം അതുകൊണ്ട് മലയാള സിനിമയ്ക്ക് നിർണായകമാണ്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.